This is chapter 5, Enzymes, Vitamins and Hormones. First of all, let us discuss the first topic, that is enzymes. What are enzymes? അപ്പോൾ എന്താണ് enzymes എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന വേർഡ് ഓൾറെഡി നമുക്ക് ഫെമിലിയർ ആണ്. കാറ്റലിസ്റ്റ്. അപ്പോൾ ഈ ലിവിങ് സിസ്റ്റത്തിൽ ഒരുപാട് റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലിവിങ് സിസ്റ്റത്തിൽ നടക്കുന്ന റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏജൻസ് ആണ് എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? എൻസൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബയോ കാറ്റലിസ്റ്റ് ആണ്. ബയോ കാറ്റലിസ്റ്റ്. ഓക്കെ, ബയോകാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോളജിക്കൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ലിവിങ് സിസ്റ്റത്തിൽ നടക്കുന്ന ബയോകെമിക്കൽ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എൻസൈംസ്. ഓക്കെ, ഇൻ 1860 ലൂയി പാസ്റ്റർ ആണ് ഫസ്റ്റ്ലി ഒരു എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡ്യൂറിങ് ദ റിയാക്ഷൻസ് ഓഫ് ഷുഗർ വിത്ത് ഈസ്റ്റ്. അതായത് നമുക്കറിയാം ഷുഗറും ഈസ്റ്റും കൂടി റിയാക്ട് ചെയ്തിട്ട് ഫെർമെന്റേഷൻ നടന്നിട്ട് ആൽക്കഹോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഒരു റിയാക്ഷൻസിൽ ഡ്യൂറിങ് ഈസ്റ്റ് സെൽ ടു ഫെർമെന്റ് ഷുഗർ. ഓക്കെ, ഡ്യൂറിങ് ദിസ്, അതായത് ഷുഗറിനെ ഈസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് എന്ത് ചെയ്യും? അവിടെ ഈ ഷുഗർ ആൽക്കഹോൾ ആയിട്ട് മാറുന്ന റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യും. ഈ ഒരു റിയാക്ഷൻസിൽ ഒരു ഫസ്റ്റ് ആയിട്ട് ഒരു എൻസൈമാറ്റിക് ആക്ടിവിറ്റി നടക്കുന്നുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻ 1860 ലൂയി പാസ്റ്റർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. പക്ഷെ ആ ഒരു സമയത്ത് ഈ എൻസൈം എന്ന് പറയുന്ന വേർഡ് അറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദെൻ ഇൻ 1878 ദ സയന്റിസ്റ്റ് ഫ്രെഡ്ലിഞ്ച് കൊഹ്നെ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, ഇയാളാണ് ഈ എൻസൈം എന്ന് പറയുന്ന വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുവരെ നമ്മൾ എൻസൈമിന് പകരം ഫെർമെന്റ്സ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ ഇൻ 1878 ഫ്രെഡ്ലിഞ്ച് കൊഹ്നെ എന്ന് പറയുന്ന സയന്റിസ്റ്റ് എൻസൈം എന്ന് പറയുന്ന വേർഡ് എൻസൈം ഇൻട്രൊഡ്യൂസ് ചെയ്തു. വിച്ച് മീൻസ്, ഈ എൻസൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇൻ ഈസ്റ്റ് എന്ന് പറയാം ആണ് അതിന്റെ മീനിങ്. ദാറ്റ് ഈസ് ഗ്രീക്കില് എന്ന് പറഞ്ഞിട്ടുണ്ട്, എൻസൈമിലെ en എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഇന്നാണ്. അതുപോലെ സൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഈസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ therefore enzyme means in yeast, that is enzyme. ഓക്കെ, ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നാണ് അതിന്റെ ഗ്രീക്കിൽ മീനിങ്. സൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് മീൻസ് ഈസ്റ്റ്. ഓക്കെ, അതുകൊണ്ട് എൻസൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഇൻ ഈസ്റ്റ്. ദെൻ ഇൻ 1897 എഡ്വേർഡ് ബുഷ്നർ പറയുന്ന സയന്റിസ്റ്റ് ആണ് ഫസ്റ്റ്ലി ഒരു എൻസൈമിനെ എക്സ്ട്രാക്ട് ചെയ്തത്. ഓക്കെ, ദെൻ അഗെയിൻ ഇൻ 1926 ജെയിംസ് ബി സുംനർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഫസ്റ്റ്ലി ഒരു എൻസൈമിനെ ക്രിസ്റ്റലൈൻ ഫോമിൽ ഐസൊലേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് യൂറിയസ് എന്ന് പറയുന്ന എൻസൈമിനെ ക്രിസ്റ്റലൈൻ ഫോമിൽ ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് 1926 ജെയിംസ് ബി സുംനർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പോൾ ഐസൊലേറ്റ് ചെയ്തു, അതിന്റെ സ്ട്രക്ചർ കിട്ടി. അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡീസ് നടത്തിയപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് the enzymes were proteins. അതായത് എൻസൈംസ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് പ്രോട്ടീൻസ്. എൻസൈംസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് തന്നെയാണ് എന്ന് മനസ്സിലായി. ഓക്കെ, now more than 3000 enzymes have been identified in living cells. അപ്പോൾ നിങ്ങൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ടത് ലിവിങ് സിസ്റ്റത്തിൽ ഒരുപാട് ബയോകെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ആ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന കാറ്റലൈറ്റിക് ഏജൻസ് ആണ് എന്തെന്ന് പറയുന്നത് എൻസൈംസ്. അതായത് എൻസൈംസ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് കാറ്റലിസ്റ്റ് തന്നെയാണ്. പിന്നെ ഈ എൻസൈംസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ബയോകെമിക്കൽ റിയാക്ഷൻസിൽ അല്ലെങ്കിൽ ലിവിങ് സിസ്റ്റത്തിൽ നടക്കുന്ന റിയാക്ഷൻ ആണല്ലോ. അപ്പോൾ പ്രോട്ടീൻസ് ആണ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. Now what are enzymes? നമുക്ക് എൻസൈംസിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാം. That is, enzymes are biological catalyst which catalyze the biochemical reactions in the cells and which are capable of acting independently of the cell also. Chemically, enzymes are a highly specialized class of proteins. Okay, enzymes എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ബയോകാറ്റലിസ്റ്റ് ആണ്. ഒരു ബയോകെമിക്കൽ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. എൻസൈംസ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ക്ലാസ് ഓഫ് പ്രോട്ടീൻസ് ആണ്. Now let us discuss some examples for enzymes.
നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, എൻസൈം യൂറിയേസ്. എൻസൈംസ് യൂറിയേസ് എന്ന് പറയുന്ന എൻസൈം വിച്ച് catalyze the reactions of urea or the hydrolysis of urea into ammonia and carbon dioxide. അതായത് യൂറിയ എന്തായിട്ട് മാറാണ്? ഹൈഡ്രോളൈസ് ചെയ്യുക, ദാറ്റ് ഇസ് റിയാക്ട് വിത്ത് വാട്ടർ, എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? അമോണിയ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഡ്യൂറിംഗ് ദിസ് റിയാക്ഷൻ ദ യൂറിയേസ് എന്ന് പറയുന്നത് ദിസ് ഇസ് ആൻ എൻസൈം ആണ്. ഈ എൻസൈം ആണ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഈ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്നത് യൂറിയേസ് ആണ്. ഓക്കെ, another example, enzyme maltase catalyze the hydrolysis of maltose. What is maltose? Maltose എന്ന് പറയുന്നത് നമുക്കറിയാം C12H22O11. This is maltose. മാൾട്ടോസ് ഹൈഡ്രോളൈസ് ചെയ്തിട്ട് ദാറ്റ് ഇസ് റിയാക്ട് വിത്ത് വാട്ടർ എന്തായിട്ട് മാറും? ഗ്ലൂക്കോസ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യും. ഓക്കെ, ഡ്യൂറിംഗ് ദിസ് റിയാക്ഷൻ മാൾട്ടേസ് ആക്ട് ആസ് എൻസൈം. ഇവിടെ എൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നത്, എൻസൈം എന്ന് പറയുന്നത് മാൾട്ടേസ് ആണ്. അതായത് മാൾട്ടേസ് catalyze the reaction of maltose to glucose. ഇനി അനദർ സം എക്സാമ്പിൾസ് ഫോർ എൻസൈംസ് എന്ന് പറയുന്നത്, എൻസൈംസിന് മറ്റു ചില എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, ഒന്ന് ലാക്ടേസ്. ഓക്കെ, ലാക്ടേസ് എന്താ ചെയ്യുന്നത്? ദിസ് catalyze the reaction of ലാക്ടോസ് എന്തായിട്ട് മാറുക? ലാക്ടോസ് ടു ഗ്ലൂക്കോസും ഗാലക്ടോസും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ലാക്ടേസ്. ഇപ്പൊ പേര് ലാക്ടോസിനെ കൺവേർട്ട് ചെയ്യുന്നത് ലാക്ടേസ്. ലാസ്റ്റ്ലി എൻസൈമിന്റെ പേരിൽ എയ്സ് എന്ന് പറയുന്നത് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്റ്റാർച്ച് എന്തായിട്ട് മാറുകയാണ്? സ്റ്റാർച്ച് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് സ്റ്റാർച്ച് എന്തായിട്ട് ഹൈഡ്രോളൈസ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ഓക്കെ, ആ ഒരു റിയാക്ഷൻസിൽ അമൈലേസ് ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? എൻസൈം, അല്ലെങ്കിൽ ആ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നത് അമൈലേസ് ആണ്. സിമിലർലി പ്രോട്ടീൻസ് എന്ത് ചെയ്യും? അമിനോ ആസിഡ്സ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യും. അതായത് അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണല്ലോ പ്രോട്ടീൻ ഉണ്ടാവുന്നത്. ദ സെയിം വേ ഈ അമിനോ ആസിഡ്സ് പ്രോട്ടീൻസ് എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്തിട്ട് അമിനോ ആസിഡ്സ് ആയിട്ട് മാറും. ആ ഒരു കേസിൽ പെപ്സിൻ ആണ് ഇവിടെ എന്തായിട്ട് മാറുന്നത്? എൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. Another example, DNA polymerase. Polymerase is an enzyme during the reaction of deoxyribonucleotide triphosphate എന്തായിട്ട് മാറുക? DNA ആയിട്ട് മാറുമ്പോൾ ഈ DNA polymerase എന്ന് പറയുന്ന എൻസൈം ആണ് ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നത്. The another one is RNA polymerase. RNA polymerase എന്ന് പറയുന്ന enzyme which catalyzes the reaction of ribonucleotide triphosphate into RNA. ഓക്കെ, അപ്പൊ ഇതില് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ ഓർത്ത് വെക്കുക. Now, the biochemistry is primarily enzymology. നമുക്ക് ബയോകെമിസ്ട്രി എന്താണ് ശരിക്കും? ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ പ്രൈമറിലി ഒരു എൻസൈമോളജി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. എൻസൈമോളജി അതിന് കാരണം എന്ന് പറയുന്നത്, the living cells require thousands of different enzymes to catalyze the metabolism of carbohydrates, fats, proteins, etc. അതായത് നമ്മളിപ്പോ ബയോകെമിസ്ട്രീനെ നമ്മൾ എന്തായിട്ടാണ് പരിഗണിക്കുന്നത്? പ്രൈമറിലി ഒരു എൻസൈമോളജിയാണ്. അപ്പോൾ ഈ ബയോകെമിസ്ട്രി നമുക്ക് ഒരു എൻസൈമോളജി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം എന്ന് പറയുന്നത് ലിവിങ് സെൽസിലെ തൗസൻഡ്സ് ഓഫ് ഡിഫറെന്റ് എൻസൈംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനാവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതായത് ഓരോ ലിവിങ് സെൽസും തൗസൻഡ്സ് ഓഫ് എൻസൈംസിനെ അതിന് ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കാറ്റലൈസ് ദ മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, ഫാറ്റ് മെറ്റബോളിസം, പ്രോട്ടീൻ മെറ്റബോളിസം, ഇതൊക്കെ ഒരു ലിവിങ് സെൽസിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് തൗസൻഡ്സ് ഓഫ് ഡിഫറെന്റ് എൻസൈംസിനെ ഓരോ ലിവിങ് സെല്ലും റിക്വയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബയോകെമിസ്ട്രി ഈസ് പ്രൈമറിലി എൻസൈമോളജി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, then another thing is every living cell normally produce its own enzymes for catalyzing reactions. ഓക്കെ, അപ്പോൾ ഓരോ ലിവിങ് സെല്ലും എന്ത് ചെയ്യും? അതിന് വേണ്ട എൻസൈംസ്, അതിന്റെ കാറ്റലിസിസിന് വേണ്ട എൻസൈംസ് അത് സ്വന്തമായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. Now these enzymes may be produced within the cell or outside the cell. ഇപ്പൊ രണ്ട് രൂപത്തിൽ നമുക്ക് ഇവിടെ എൻസൈംസിനെ കാറ്റലൈസ് ചെയ്യാം. ഈ ഒരു കേസിൽ എൻസൈംസിനെ നമുക്ക് രണ്ട് രൂപത്തിൽ കാറ്റലൈസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് enzymes
ഓക്കെ, നമുക്ക് ടു ടൈപ്പ് ആയിട്ട് ഇവിടെ കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻസൈംസ് വിച്ച് ഫങ്ഷൻ ഇൻസൈഡ് ദ സെയിം സെൽ. അതായത് ഒരു സെല്ലുണ്ട്, ആ സെൽ ഒരു സെല്ല്, ഈ സെല്ലിന്റെ ഇൻസൈഡിലാണ് എന്ത് ചെയ്യുന്നത്, ഈ എൻസൈം ഫങ്ഷൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയാൻ പറ്റും, അതിനെ നമ്മൾ പറയും എൻഡോ എൻസൈം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് എൻഡോ എൻസൈം. ഓക്കെ, ഓർ അതിന് വേറെ രൂപത്തിൽ നമുക്ക് പറയാം ഇൻട്രാ സെല്ലുലാർ എൻസൈം, എൻഡോ എൻസൈം ഓർ ഇൻട്രാ സെല്ലുലാർ എൻസൈം. അതായത് ഒരു സെല്ലിന്റെ ഇൻസൈഡിലാണ് എന്ത് ചെയ്യുന്നത്, എൻസൈം ഫങ്ഷൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, എൻഡോ എൻസൈം ഓർ ഇൻട്രാ സെല്ലുലാർ എൻസൈം എന്ന് പറയും. ഇതിന് എക്സാമ്പിൾ ആണ് റെസ്പിറേറ്ററി എൻസൈംസ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി enzymes. Okay, the second one is the enzymes which functions outside the cell. അതായത് ഒരു സെല്ലുണ്ട്, ആ സെല്ലിന്റെ ഇൻസൈഡിലല്ല അതിന്റെ ഔട്ട്സൈഡിലാണ് എൻസൈം ഫങ്ഷൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ പറയുന്നത് എക്സോ എൻസൈം. ദാറ്റ് ഈസ് എക്സോ എൻസൈം, അല്ലെങ്കിൽ നമുക്കതിനെ പറയാം എക്സ്ട്രാ സെല്ലുലാർ എൻസൈം, എക്സ്ട്രാ സെല്ലുലാർ എൻസൈം. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഡൈജസ്റ്റീവ് എൻസൈംസ്. ഡൈജസ്റ്റീവ്, നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞു റെസ്പിറേറ്ററി എൻസൈംസ് ആണ്, ഇവിടെ ഡൈജസ്റ്റീവ് എൻസൈംസ്. അതായത് ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻ ദ എൻസൈംസ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇഫ് ദ എൻസൈംസ് ഫങ്ഷൻ വിത്തിൻ ദ സെൽ. Okay, if the enzymes function within the cell, then it is called endoenzyme. Then it is called endoenzyme. And if the enzyme functions outside the cell, then it is called exoenzyme. Endoenzyme otherwise called intracellular enzyme, exoenzyme otherwise called extracellular enzyme. Endoenzymes നമുക്ക് എക്സാമ്പിൾ പറയാം റെസ്പിറേറ്ററി എൻസൈംസ് ആണ്, exoenzyme example ആയിട്ട് digestive enzymes. Okay, now the substance on which an enzyme act is called substrate. So ഒരു substance, ഇപ്പോൾ ഈ enzyme substrate mechanism, അതായത് നമുക്ക് ഈ എൻസൈംസിന്റെ ഒരു ലിവിങ് സെല്ലിലുള്ള മെക്കാനിസം പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് ഇപ്പോൾ എൻസൈം, if this is an enzyme, structure of an enzyme, ഈ എൻസൈം ഒരു പെർട്ടിക്കുലർ സബ്സ്ട്രേറ്റിന്റെ മുകളിലാണ് ആക്ട് ചെയ്യുന്നത്. അതായത് അപ്പോൾ ദ സബ്സ്റ്റൻസ്, ഇപ്പോൾ ഈ ഒരു എൻസൈമും സബ്സ്ട്രേറ്റും, ഇപ്പോൾ ദിസ് ഇസ് എൻസൈം, ദിസ് ഇസ് സബ്സ്ട്രേറ്റ്. ഇപ്പൊ എൻസൈമും സബ്സ്ട്രേറ്റ്, ഈ എൻസൈം ആക്ട് ചെയ്യുന്ന ഏതൊരു സബ്സ്റ്റൻസിന്റെ മുകളിലാണോ എൻസൈം ആക്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കുറച്ചും കൂടി വ്യക്തമായിട്ട് നമ്മൾ ഈ ഒരു മെക്കാനിസത്തിന് കീ ഹോൾ മെക്കാനിസം എന്നാണ് പറയുന്നത്. അതായത് എൻസൈമും സബ്സ്ട്രേറ്റും, എൻസൈം സബ്സ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് കീ ആയിട്ടും ഒന്ന് ഹോൾ ആയിട്ടും ആക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു ഇത് നമുക്ക് വ്യക്തമായിട്ട് മെക്കാനിസം പഠിക്കുമ്പോൾ ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ദ സബ്സ്റ്റൻസ് ഓൺ വിച്ച് ദ എൻസൈം ആക്ട് ഈസ് കോൾഡ് സബ്സ്ട്രേറ്റ്. അപ്പോൾ വാട്ട് ഈസ് സബ്സ്ട്രേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു സബ്സ്റ്റൻസിന്റെ മുകളിലാണോ ഈ എൻസൈം ആക്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബയോകെമിസ്ട്രിന് നമ്മൾ എന്ത് പറയും, എൻസൈമോളജി എന്ന് പറയുന്നുണ്ട്, അത് നോട്ട് ചെയ്യുക. ദെൻ എൻസൈംസിനെ ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻ ടു ടൈപ്പ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം, എൻഡോ എൻസൈംസ് ആൻഡ് എക്സോ എൻസൈംസ്. ദാറ്റ് ഈസ് ഇഫ് ദ എൻസൈംസ് function within the cell ആണെങ്കിൽ that is endoenzymes or intracellular enzymes. Its example is respiratory enzymes. The second type is exoenzymes. That is if the enzymes work outside the cell. സെല്ലിന്റെ ഉള്ളിലല്ല പുറത്താണ് അത് ഫങ്ഷൻ ചെയ്യുന്നതെങ്കിൽ then that is exoenzyme. Exoenzyme otherwise called extracellular enzymes and example is digestive enzymes. Okay. പിന്നീട് നമ്മൾ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു, what is substrate? ഈ എൻസൈം ഏതൊരു സബ്സ്റ്റൻസിന്റെ മുകളിലാണോ വർക്ക് ചെയ്യുന്നത് ഫങ്ഷൻ ചെയ്യുന്നത് അതിനെ നമ്മൾ എന്ത് പറയും, സബ്സ്ട്രേറ്റ് എന്ന് പറയും. Now the chemical nature of enzymes. Chemically, enzymes are globular proteins of high molecular mass. Okay,
They may be simple protein or conjugated protein. അതായത് enzymes എന്ന് പറയുന്നത് are globular proteins of high molecular masses ആണ്. They may be simple ആയിരിക്കാം, simple proteins ആയിരിക്കാം, or conjugated protein ആയിരിക്കാം. That is based on the nature വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, two type ആയിട്ട് enzymes classify ചെയ്യുക. Simple protein enzymes and conjugated protein enzymes. First one is simple protein enzyme and the second one is conjugated protein enzymes. Now let us see the first one, that is simple protein enzymes. Simple protein enzymes എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും that is something simple ആണ്. അതായത് those whose molecular structure are made up of alpha amino acid unit. അതായത് ആൽഫ അമിനോ ആസിഡ് യൂണിറ്റ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എൻസൈംസ്, അതിന്റെ മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ദാറ്റ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആൽഫ അമിനോ ആസിഡ്സ്, നത്തിങ് കോംപ്ലിക്കേറ്റഡ്. അവിടെ വേറെ ഒന്നുമില്ല, ആൽഫ അമിനോ ആസിഡ്സ് മാത്രമേ ഉള്ളൂ അതിന്റെ സ്ട്രക്ചറിൽ. അപ്പൊ സിമ്പിൾ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഓൺലി ആൽഫ അമിനോ ആസിഡ്സ് ആണ് അതിന്റെ സ്ട്രക്ചറിൽ ഉള്ളത്, അമിനോ ആസിഡ്സ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് പെപ്സിൻ, ട്രിപ്സിൻ, urease, amylase, etc. Okay. Now the second one is conjugated protein enzyme. ആ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും something complicated. The conjugated protein enzymes, otherwise known as complex protein enzymes, അതായത് something complex ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ സിമ്പിൾ എന്ന് പറയുമ്പോൾ അവിടെ ആൽഫ അമിനോ ആസിഡ്സ് മാത്രമാണ് അതിന്റെ സ്ട്രക്ചറിൽ ഉള്ളത്. പക്ഷെ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ അവിടെ സംതിങ് വേറെ എന്തോ കൂടി ഉണ്ട്, കുറച്ചും കൂടി അതിനെ കോംപ്ലക്സ് ആക്കുന്നുണ്ട് അതിന്റെ സ്ട്രക്ചറിനെ. ഓക്കെ, that is those which contain non-protein portion attached to the protein part. അതായത് സിമ്പിൾ ആണ്. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രോട്ടീന്റെ കേസിൽ ഓൺലി ആൽഫ അമിനോ ആസിഡ്സ്, അതായത് ഒരു പ്രോട്ടീൻ പാർട്ട് മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷെ കോൺജുഗേറ്റഡ് പ്രോട്ടീന്റെ കേസിൽ അവിടെ ഒരു നോൺ പ്രോട്ടീൻ പോർഷനും ഉണ്ട്, അതുപോലെ ഒരു പ്രോട്ടീൻ പോർഷനും ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം നോൺ പ്രോട്ടീൻ part plus a protein part. അപ്പൊ നമുക്ക് പറയാം കോൺജുഗേറ്റഡ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ട്, ഒരു പ്രോട്ടീൻ പാർട്ടും ഉണ്ട്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോൺജുഗേറ്റഡ് പ്രോട്ടീൻ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് പ്രോട്ടീൻ പോർഷൻ ഓഫ് ദ കോൺജുഗേറ്റഡ് എൻസൈമിനെയാണ് നമ്മൾ പറയുന്നത് എന്തെന്ന് പറയുന്നത് എപ്പോ എൻസൈംസ് എന്ന് പറയുന്നത്. അതായത് പ്രോട്ടീൻ പാർട്ട്, അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പ്രോട്ടീൻ പാർട്ടും ഉണ്ട്, ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ട്. ഇതിലെ ഈ പ്രോട്ടീൻ പാർട്ടിന് നമുക്ക് പറയാം എപ്പോ എൻസൈംസ് എന്ന് പറയാം. വൈൽ ദ നോൺ പ്രോട്ടീൻ പാർട്ട് ഉണ്ടല്ലോ, ഈ നോൺ പ്രോട്ടീൻ പാർട്ടിനെയാണ് നമ്മൾ കോ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, കോ ഫാക്ടർ. അപ്പൊ കോൺജുഗേറ്റഡ് പ്രോട്ടീൻ എൻസൈംസ് എന്ന് പറയുമ്പോൾ there are two parts, non-protein part and protein part. The protein part is called apoenzymes and non-protein part is called cofactor. Okay. ഇനി ഈ പ്രോട്ടീൻ പാർട്ടും നോൺ പ്രോട്ടീൻ പാർട്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അതായത് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. These may be bound together either loosely or firmly. അതായത് ഇത് ബൈൻഡ് ചെയ്തിട്ടുള്ളത് ഒന്നെങ്കിൽ ലൂസ്ലി ആയിരിക്കാം അല്ലെങ്കിൽ ഫേംലി ആയിരിക്കാം. ആൻഡ് ദ കോംപ്ലക്സ്, അതായത് ഈ എപ്പോ എൻസൈമും കോഫാക്ടർ കോംപ്ലക്സ് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഈ കോംപ്ലക്സിനെയാണ് നമ്മൾ ഹോളോ എൻസൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഹോളോ എൻസൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ്, അല്ലെങ്കിൽ ഈ എപ്പോ എൻസൈമും കോഫാക്ടറും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടുണ്ടായിട്ടുള്ള ആ കോംപ്ലക്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹോളോ എൻസൈം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹോളോ എൻസൈം ഈസ് ഈക്വൽ ടു എപ്പോ എൻസൈം പ്ലസ് കോഫാക്ടർ. എപ്പോ എൻസൈമും കോഫാക്ടറും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ആ കോംപ്ലക്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹോളോ എൻസൈം എന്ന് പറയുന്നത്. ഇവിടെ ഈ എപ്പോ എൻസൈം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ പ്രോട്ടീൻ പാർട്ട് ആൻഡ് കോഫാക്ടർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ നോൺ പ്രോട്ടീൻ പാർട്ട്. പിന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഇത് തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് ദാറ്റ് മേ ബി ലൂസ്ലി ബൗണ്ടഡ് ആയിരിക്കാം ഓർ ഫേംലി ബൗണ്ടഡ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ കോൺജുഗേറ്റഡ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് that is a complex protein ആണ്. There are two parts. The first part is protein part and the second part is non-protein part. Protein partനെ നമ്മൾ എന്ത് പറയും, എപ്പോ എൻസൈം എന്ന് പറയും. നോൺ പ്രോട്ടീൻ പാർട്ടിനെ കോഫാക്ടർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എപ്പോ എൻസൈമും കോഫാക്ടറും ഒരുമിച്ചിട്ടുള്ള ആ കോംപ്ലക്സിനെ നമ്മൾ ഹോളോ എൻസൈംസ് എന്ന് പറയും. ഇനി ഈ എപ്പോ എൻസൈം ആൻഡ് കോഫാക്ടർ
may be bound together either loosely or firmly. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് കോഞ്ചുഗേറ്റഡ് പ്രോട്ടീൻസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, ഇനി ഈ കോഫാക്ടർ മാത്രമായിട്ടോ അല്ലെങ്കിൽ എപ്പോ എൻസൈം മാത്രമായിട്ടോ ഇതിനൊരു കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഉണ്ടാവില്ല. ഒരിക്കലും അത് ഒരു കാറ്റലിറ്റിക് ആക്ടിവിറ്റി കാണിക്കത്തില്ല. അതായത് നെയ്തർ ദ എപ്പോ എൻസൈം nor the cofactor can be active by themselves without the presence of other. അപ്പോൾ നമുക്ക് പറയാം ഹോളോ എൻസൈമിന് മാത്രമാണ് എന്തുള്ളത്, കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഉള്ളത്. ഓക്കെ, അപ്പം എപ്പോ എൻസൈം മാത്രമാണെങ്കിൽ ദർ ഇസ് നോ കാറ്റലിറ്റിക് ആക്ടിവിറ്റി, അല്ലെങ്കിൽ കോഫാക്ടർ മാത്രമാണെങ്കിലും ദർ ഇസ് നോ കാറ്റലിറ്റിക് ആക്ടിവിറ്റി. ഇത് രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ, അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഹോളോ എൻസൈംസ്. ഹോളോ എൻസൈംസ് ക്യാൻ ഷോ കാറ്റലിറ്റിക് ആക്ടിവിറ്റി. കൂടാതെ ഈ കോഫാക്ടർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എൻസൈമിനും സബ്സ്ട്രേറ്റിനും ഇടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യും. Okay, that is the cofactor confer the activity on enzymes by acting as a bridge between the enzyme and the substrate. Okay, അതായത് ഈ കോഫാക്ടർ എന്ന് പറയുന്നത് എൻസൈമിനും സബ്സ്ട്രേറ്റിനും ഇടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് അതിന്റെ ആക്ടിവിറ്റി അത് റിയാക്ഷനിൽ പങ്കെടുക്കും. Now, if the cofactor is firmly bound to the apo enzyme, നമ്മളെ കോഫാക്ടറും എപ്പോ എൻസൈമും തമ്മിൽ ബൗണ്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത്, അത് തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് ഫേംലി ആണെങ്കിൽ, സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് അയൺ പോർഫൈറിൻ കോംപ്ലക്സിന്റെ കേസിൽ ഓഫ് സൈറ്റോക്രോമിലുള്ള അയണും പോർഫൈറിനും തമ്മിലുള്ള കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇതിന് എക്സാമ്പിൾ ആണ്. ദാറ്റ് ഈസ് ഒരു ഫേംലി ബൗണ്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഹീമില് അതായത് ഹീമോഗ്ലോബിനിലുള്ള അയണും ഹീമും തമ്മിലുള്ള കോമ്പിനേഷന്, ഹീമോഗ്ലോബില് അയണും ഹീം പാർട്ടും ഉണ്ട്, ഒരു അയൺ പാർട്ടും ഉണ്ട്. ഇത് തമ്മിലുള്ള കോമ്പിനേഷനും എന്താണ്, ഒരു ഫേംലി ആയിട്ടുള്ള ഒരു ബൗണ്ടഡ് ആണ്. Okay, ഇനി the cofactor may be an inorganic moiety like metals. ഇപ്പൊ കോഫാക്ടർ എന്ന് പറയുന്നത് പിന്നെ ചില മെറ്റൽസ് ആവാം. ഒരു ഫോർ എക്സാമ്പിൾ Mg2+, അതുപോലെ കാൽഷ്യം 2+, സിങ്ക് 2+, അതുപോലെ Mn2+ ഒക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള കേസിൽ നമ്മൾ അതിനെ എന്ത് പറയും, ആക്ടിവേറ്റർ എന്നാണ് പറയുന്നത്. ഈ കോഫാക്ടറിനെ ആക്ടിവേറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് if the cofactor is an inorganic moiety like metal ions പോലത്തെ ഏതെങ്കിലും ഒരു Mg2+, Ca2+ ഒക്കെ പോലത്തെ മെറ്റൽ അയോൺസ് ആണെങ്കിൽ, കോഫാക്ടർ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ആക്ടിവേറ്റർ എന്ന് പറയും. ഇനി ഇറ്റ് മേ ബി an organic moiety ആവാം. ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ ബി പോലത്തെ ഏതെങ്കിലും ഓർഗാനിക് മോയിറ്റി ആവാം. അങ്ങനെയുള്ള കേസിൽ നമ്മൾ അതിനെ എന്ത് പറയും, കോ എൻസൈം എന്ന് പറയും. അപ്പോൾ there are two type, ആക്ടിവേറ്റർ എന്ന് പറയാൻ പറ്റും, നമുക്ക് കോ എൻസൈംസ് എന്ന് പറയാൻ പറ്റും. ആക്ടിവേറ്റർ എന്ന് പറയുന്നത് എപ്പോഴാണ്, ഇഫ് ദ കോഫാക്ടർ എന്ന് പറയുന്നത് ഇനോർഗാനിക് മോയിറ്റി ആയിട്ടുള്ള മെറ്റൽ അയോൺസ് ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, ആക്ടിവേറ്റർ എന്ന് പറയും. ഇനി ഓർഗാനിക് മോയിറ്റി ആയിട്ടുള്ള വൈറ്റമിൻ ബി പോലത്തെ ഓർഗാനിക് മോയിറ്റീസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, കോ എൻസൈം എന്ന് പറയും. ഓക്കെ, ഒരു കോ എൻസൈമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഡയാലിസിസിലൂടെ അതിന്റെ എപ്പോ എൻസൈമിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ പ്രോസ്തറ്റിക് ഗ്രൂപ്പ്സ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പ്രോസ്തറ്റിക് ഗ്രൂപ്പ്സ് ദാറ്റ് ഇസ് ഫേംലി ബൗണ്ടഡ് ആയിരിക്കും. അപ്പൊ അൺലൈക്ക് എ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എ കോ എൻസൈം ക്യാൻ ബി സെപ്പറേറ്റഡ് by dialysis from its apoenzymes part in an enzyme. Okay, അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, if the cofactor എന്ന് പറയുന്നത്, കോഫാക്ടർ ഒരു അപ്പോഎൻസൈമുമായിട്ട് ഫേംലി ബൗണ്ടഡ് ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറയും. അപ്പൊ അതിന് എക്സാമ്പിൾ ഓർത്ത് വെക്കുക. പ്രോസ്തറ്റിക് ഗ്രൂപ്പിന് എക്സാമ്പിൾ നിങ്ങൾ ഓർക്കേണ്ടത് അയൺ പോർഫൈറിൻ കോംപ്ലക്സ് ഓഫ് സൈറ്റോക്രോമിലുള്ള അയണും അയൺ പാർട്ടും പോർഫൈറിൻ പാർട്ടും തമ്മിലുള്ള ബോണ്ടിങ് എന്ന് പറയുന്നത് പ്രോസ്തറ്റിക് ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ്. അതുപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും, പിന്നെ ഹീമോഗ്ലോബിനിലുള്ള ഹീമും അയൺ കോമ്പിനേഷൻ. ഓക്കെ, നൗ രണ്ടാമത് നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു, വാട്ട് ഈസ് ആക്ടിവേറ്റർ. അതായത്
നമ്മൾ കോഫാക്ടർ എന്ന് പറയുന്നത് ദാറ്റ് മേ ബി ഓർ ഇനോർഗാനിക് മോയിറ്റി ലൈക്ക് എ മെറ്റൽ അയോൺ ഒക്കെ ആവാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനു പറയും? അതായത് Mg2+, Ca2+, Zn2+ ഒക്കെ പോലത്തെ ഇനോർഗാനിക് മോയിറ്റി ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ആക്ടിവേറ്റർ എന്ന് പറയും. ആക്ടിവേറ്റർ. അപ്പൊ ആക്ടിവേറ്റർ എന്ന് പറയുമ്പോൾ ഓർക്കുക ഇനോർഗാനിക് മോയിറ്റിയാണ്. ഓക്കെ. Now the second one എന്ന് പറയുന്നത് എന്തായിരുന്നു? കോഎൻസൈം. What is coenzyme? If the organic moiety ആണെങ്കിൽ, ഇപ്പം കോഫാക്ടർ എന്ന് പറയുന്നത് ഓർഗാനിക് മോയിറ്റി ആണെങ്കിൽ അതിനെ നമ്മൾ പറയും കോഎൻസൈം. ഓക്കെ, അപ്പോഴാണ് നമ്മൾ അതിനെ കോഎൻസൈം എന്ന് പറയുന്നത്. ഓർഗാനിക് മോയിറ്റി. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ കോഎൻസൈമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി ഡയാലിസിസിലൂടെ കോഎൻസൈമിൽ നിന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈംസ് ആൻഡ് എൻസൈം കാറ്റലിസിസ്. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? എൻസൈംസിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതുപോലെ എൻസൈം കാറ്റലിസിസിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈ കാറ്റലിറ്റിക് എഫിഷ്യൻസി. നമുക്ക് അറിയുന്നതാണ് എന്ത് എൻസൈംസിന് എന്താ ചെയ്യാൻ പറ്റും? വളരെ ഭയങ്കരമായിട്ട് ബയോകെമിക്കൽ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു റിയാക്ഷൻ വിത്തൗട്ട് എൻസൈംസ് നടക്കുന്നതിനേക്കാളും 10 മില്യൺ ടൈംസ് വരെ എന്ത് ചെയ്യാൻ പറ്റും? ആ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യാൻ പറ്റും വിത്ത് ദ പ്രസൻസ് ഓഫ് an enzyme. Okay, that is the first one is high catalytic efficiency. Enzymes are a specialized class of proteins and are very efficient catalyst. നമ്മൾ already പറഞ്ഞിട്ടുണ്ട് enzymes എന്ന് പറയുന്നത് specialized class of proteins ആണ്, അതുപോലെ very efficient catalyst ആണ്. They increase the speed of biochemical reaction even up to 10 million times that of uncatalyzed reaction. ഒരു അൺകാറ്റലൈസ്ഡ് റിയാക്ഷനേക്കാളും 10 മില്യൺ ടൈംസ് വരെ ഒരു കാറ്റലൈസ്ഡ്, അതായത് എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാം. That is high catalytic efficiency. That is the first characteristic property is high catalytic efficiency. Okay. The second one is need for very small quantity. നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അതായത് ഒരു കാറ്റലിറ്റിക് ക്വാണ്ടിറ്റി എന്നാണ് നമ്മൾ പറയാറുണ്ട്. അതായത് ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യണമെങ്കിൽ ആ കാറ്റലിസ്റ്റ് വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചാൽ മതിയാവും. അതായത് ഈവൻ എക്സ്ട്രീംലി small quantity of enzyme can speed up the concerned reaction to a very great extent. അതായത് മൈന്യൂട്ട് ക്വാണ്ടിറ്റി ഉപയോഗിച്ചാൽ തന്നെ ഈ എൻസൈംസിന് എന്ത് ചെയ്യാൻ പറ്റും? ബയോകെമിക്കൽ റിയാക്ഷൻസിനെ സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്, നീഡ് ഫോർ വെരി സ്മോൾ ക്വാണ്ടിറ്റി. വളരെ സ്മോൾ ക്വാണ്ടിറ്റി മാത്രം ഉപയോഗിച്ചാൽ തന്നെ ബയോകെമിക്കൽ റിയാക്ഷൻസിനെ സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. തേർഡ് വൺ ഈസ് അൺആൾട്ടറബിലിറ്റി. അതായത് കാറ്റലിസ്റ്റിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഒരു കാറ്റലിസ്റ്റിനെ നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻസിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിയാക്ഷൻ കഴിഞ്ഞ് പ്രോഡക്റ്റ് നമ്മൾ കളക്ട് ചെയ്ത ശേഷം കാറ്റലിസ്റ്റിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആയിരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല കാറ്റലിസ്റ്റിന്. ദ സെയിം വേ എൻസൈംസും അതുപോലെ തന്നെയാണ്. ദാറ്റ് ഈസ് എൻസൈംസ് ആർ not broken down. Enzymes are not broken down or changed in the process of their catalytic function. They are as potent at the end of a reaction as its beginning. അതായത് അതിന്റെ ബിഗിനിങ്ങിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ആയിരിക്കും, അതുപോലെ തന്നെ പോട്ടന്റ് ആയിരിക്കും. ഒരു ബ്രോക്കൺ ആയിട്ടുണ്ടാവില്ല, ഒരു ചേഞ്ചും ഉണ്ടായിട്ടുണ്ടാവില്ല. ദാറ്റ് ഈസ് ദ തേർഡ് പോയിന്റ് ഈസ് അൺആൾട്ടറബിലിറ്റി. ഓക്കെ. Now the fourth one, specificity. അതായത് ഒരു പെർട്ടിക്കുലർ എൻസൈം ഒരു പെർട്ടിക്കുലർ റിയാക്ഷന് സ്പെസിഫിക് ആണ്. എല്ലാ എൻസൈംസും എല്ലാ റിയാക്ഷൻസിനും യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ യൂറിയേസ് എന്ന് പറയുന്ന എൻസൈം യൂറിയനെ ഹൈഡ്രോളൈസ് ചെയ്തിട്ട് അമോണിയം കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറ്റും. പക്ഷെ അതേസമയം ഈ യൂറിയക്ക് പകരം നമ്മൾ തയോയൂറിയ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിയാക്ഷൻ, ആ കാറ്റലിസിസ് അവിടെ നടക്കില്ല. ദാറ്റ് ഈസ് ദ സ്പെസിഫിസിറ്റി. എൻസൈംസ് ആർ ഹൈലി സ്പെസിഫിക് ദെയർ കാറ്റലിറ്റിക് ആക്ഷൻ. എൻസൈംസ് എന്ന് പറയുന്നത് ഹൈലി സ്പെസിഫിക് ആണ്. That is, enzymes are very choosy about their substrate they act upon or the type of reaction they catalyze.
അതായത് എൻസൈംസ് ഭയങ്കര ചൂസിയാണ് അവരുടെ സബ്സ്ട്രേറ്റിന്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എൻസൈംസ് സബ്സ്ട്രേറ്റിന്റെ മുകളിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ എൻസൈം ഒരു പെർട്ടിക്കുലർ സബ്സ്ട്രേറ്റിനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആ സബ്സ്ട്രേറ്റിന് എന്തെങ്കിലും ഒരു രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ റിയാക്ഷൻ അവിടെ നടക്കില്ല. That is, this characteristics is called specificity of enzyme action. അതായത് എൻസൈംസ് അതിന്റെ സബ്സ്ട്രേറ്റിനുമായിട്ട് ഭയങ്കര സ്പെസിഫിക് ആണ്. അതുകൊണ്ടാണ് സ്പെസിഫിസിറ്റി ഓഫ് എൻസൈം ആക്ഷൻ എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, the enzyme urease can catalyze the hydrolysis of urea only. It fails to act even on the slighter chemical modification of urea. അതായത് യൂറിയനെ ഹൈഡ്രോളൈസ് ചെയ്തിട്ട് എന്താക്കി മാറ്റാം, NH3 പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻസിലെ എൻസൈം എന്ന് പറയുന്നത് യൂറിയേസ് ആണ്. ഇനി ഈ ഒരു യൂറിയയിലെ എന്തെങ്കിലും ഒരു കെമിക്കൽ ചേഞ്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ യൂറിയക്ക് പകരം യൂറിയന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് NH2 C double bond O NH2. This is the structure of urea. ഇനി ഈ യൂറിയയിൽ എന്തെങ്കിലും ഒരു മാറ്റം, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിവിടെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, ഒരു എക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കൊടുക്കുക, എന്തെങ്കിലും ഒരു കെമിക്കൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ this catalysis is not possible. അതായത് ഭയങ്കര സ്പെസിഫിക് ആണ്. ആ സബ്സ്ട്രേറ്റിന്റെ സ്ട്രക്ചർ എന്തെങ്കിലും ഒരു കെമിക്കൽ ചേഞ്ച് വന്നിട്ട് മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ that catalysis is not possible. ഇതിനെയാണ് സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. That is, enzymes are highly specific to their catalytic action. That is the fourth one. Now the fifth one, that is optimum pH. അതായത് enzymes activity is pH dependent ആണ്. ഒരു പെർട്ടിക്കുലർ pHലായിരിക്കും ഒരു എൻസൈമിന്റെ ആക്ഷൻ നടക്കുന്നത്, ഒരു എൻസൈമിന്റെ കാറ്റലിസിസ് നടക്കുന്നത്. ആ pHൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ that catalysis is not possible. അതാണ് enzyme activity is pH dependent ആണ്. For each enzyme there is a characteristic pH at which it shows its maximum catalytic efficiency. ഇപ്പോൾ ഏതൊരു എൻസൈം ആണെങ്കിലും അതിന്റെ മാക്സിമം കാറ്റലിറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്ന ഒരു പെർട്ടിക്കുലർ pH ഉണ്ടായിരിക്കും. ആ pHൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ റിയാക്ഷന്റെ സ്പീഡ്, കാറ്റലിസിന്റെ സ്പീഡ് കുറയും, അല്ലെങ്കിൽ ചില സമയത്ത് ആ റിയാക്ഷൻ നടന്നോളണമെന്നില്ല, അത് സ്റ്റോപ്പ് ആവുക വരെ ചെയ്യും. ദിസ് ഈസ് കോൾഡ് ഇറ്റ്സ് ഓപ്റ്റിമം pH. അതായത് ഏതൊരു എൻസൈമും there is a characteristic pH at which it shows its maximum catalytic activity. അതായത് ഒരു എൻസൈം അതിന്റെ മാക്സിമം കാറ്റലിറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്ന pHനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ്സ് ഓപ്റ്റിമം pH എന്ന് പറയുന്നത്. ഫോർ മോസ്റ്റ് എൻസൈം ദ ഓപ്റ്റിമം pH എന്ന് പറയുന്നത് അറൌണ്ട് 7 ആണ്. ബട്ട് ഫോർ ഗ്യാസ്ട്രിക് എൻസൈംസ് ഇറ്റ് ഈസ് അറൌണ്ട് 2 ആണ്. ഓക്കെ, അപ്പോൾ ഏതൊരു എൻസൈം ആണെങ്കിലും അതിന്റെ ഓപ്റ്റിമം pHലാണ് മാക്സിമം ആക്ടിവിറ്റി കാണിക്കുന്നത്. Now the sixth point is optimum temperature. That is, enzyme activity is sensitive to temperature. നമ്മൾ pH സെൻസിറ്റീവ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ എൻസൈം ആക്ടിവിറ്റി എന്ന് പറയുന്നത് that is sensitive to temperature change. അതായത് ഏതൊരു റിയാക്ഷനും ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലായിരിക്കും അത് മാക്സിമം അതിന്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി, ഏതൊരു എൻസൈമും അതിന്റെ മാക്സിമം കാറ്റലിറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്ന ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലായിരിക്കും. ആ ടെമ്പറേച്ചറിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആക്ടിവിറ്റി കുറയും, ചില സമയത്ത് ആ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യുക വരെ ചെയ്യും. For each enzyme, there is a characteristic temperature at which it shows its catalytic activity is called optimum temperature. അതായത് ഓരോ എൻസൈമും അതിന്റെ മാക്സിമം കാറ്റലിറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിന്റെ ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഫോർ മോസ്റ്റ് ആനിമൽ എൻസൈംസ് optimum temperature lies in the range of 35 to 45 ആണ്. അനിമൽസിന്റെ കേസിൽ, മോസ്റ്റ് ഓഫ് ദ അനിമൽസിന്റെ കേസിലും 35 to 45 റേഞ്ചിലാണ് ഇത് ഈ ഒരു ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. വൈൽ ദ പ്ലാന്റ്സ് എൻസൈമിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റേഞ്ച് കുറച്ച് കൂടുതലാണ്, ദാറ്റ് ഈസ് 40 to 60 എന്ന് പറയുന്ന റേഞ്ചിലാണ്. പിന്നെ എബോവ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, അതായത് ഇതിന്റെ ഒപ്റ്റിമം ടെമ്പറേച്ചറിനേക്കാളും ടെമ്പറേച്ചർ ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിൽ എൻസൈംസ് എന്ത് ചെയ്യും, ഡീനാച്ചുവേർഡ് ആയിട്ട് മാറും, അതായത് അത് നശിച്ചു പോകും. അതായത് എൻസൈംസ് ആർ ഡീനാച്ചുവേർഡ് ബൈ ഹീറ്റ് ആൻഡ് ഹെൻസ് ദർ ആക്ടിവിറ്റി ഇസ് ഡിസ്ട്രോയിഡ് അറ്റ് എ ഹൈ ടെമ്പറേച്ചർ. അപ്പൊ ഹൈ ടെമ്പറേച്ചറിൽ എൻസൈംസിന് എന്ത് സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഡീനാച്ചുവേർഡ് ആയിട്ട് മാറും.
Okay. Now the seventh point is susceptibility to the action of enzyme regulators. Okay. That is the catalytic activities of some enzymes എന്തെയും increase ചെയ്യും by the presence of certain foreign substances. അതായത് ഒരു ചില ഫോറിൻ സബ്സ്റ്റൻസിന്റെ പ്രസൻസിൽ ചില എൻസൈമിന്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അങ്ങനെയുള്ള കേസിൽ ദാറ്റ് സബ്സ്റ്റൻസസ് ഈസ് കോൾഡ് ആക്ടിവേറ്റേഴ്സ്. അതായത് ഇഫ് ദ ഫോറിൻ സബ്സ്റ്റൻസ് ഇൻക്രീസ് ദ ആക്ടിവിറ്റി ഓഫ് എൻസൈം, ദ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഓഫ് എൻസൈം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ due to the presence of that foreign substance, then it is called that foreign substance is called activator. Okay, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ്, ആക്ടിവേറ്ററിന് ഒരു എക്സാമ്പിൾ ആണ് ദ എൻസൈം ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം ആക്ടിവേറ്റഡ് ബൈ Zn2+. അതായത് Zn2+ന്റെ പ്രസൻസിൽ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ദ എൻസൈം ആർജിനേസ് എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ചെയ്യപ്പെടും ബൈ Mn2+, അതുപോലെ CO2, cobalt 2+. മാംഗനീസ് 2+ന്റെ പ്രസൻസിലും അല്ലെങ്കിൽ cobalt 2+ന്റെ പ്രസൻസിലും ഈ ആർജിനേസ് എന്ന് പറയുന്ന എൻസൈം ആക്ടിവേറ്റ് ചെയ്യപ്പെടും. അതായത് അതിന്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സം ഫോറിൻ സബ്സ്റ്റൻസസ് the catalytic activity of some enzymes increases. അതിനെയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ആ ഫോറിൻ സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് പറയും, ആക്ടിവേറ്റേഴ്സ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞു ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസിന്റെ കേസിൽ Zn2+ എന്താണ്, ആക്ടിവേറ്റർ ആണ്. അതുപോലെ അർജിനേസിന്റെ കേസിൽ Mn2+ ആൻഡ് CO2+ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, ആക്ടിവേറ്റർ ആക്ട് ചെയ്യും. പക്ഷെ ഇതുപോലെ തന്നെ ചില ഫോറിൻ സബ്സ്റ്റൻസ് എന്ത് ചെയ്യും, ഈ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും, ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ അതിനെ ഇൻഹിബിറ്റർ എന്നാണ് പറയുന്നത്. ഫോറിൻ സബ്സ്റ്റൻസ് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ആക്ടിവേറ്റർ എന്ന് പറയും. ഈ ഫോറിൻ സബ്സ്റ്റൻസ് ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഇൻഹിബിറ്റർ എന്ന് പറയും. ദാറ്റ് ഈസ് ദ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഓഫ് ആൻ എൻസൈം ഈസ് ഡിക്രീസ്ഡ് ഓർ ഈവൻ അല്ലെങ്കിൽ ഓർ ഈവൻ destroyed completely or stopped by the presence of a certain substance. Due to certain foreign substances, if the catalytic activity of the enzyme decrease or destroyed completely or stopped അങ്ങനെ ചെയ്യുകയാണെങ്കിൽ these substances is called inhibitors. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സബ്സ്റ്റൻസിന്റെ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. Example for this, heavy metal ions like Ag+, Hg+, Pb2+, etc. inhibit the activity of enzyme urease. യൂറിയേസിന്റെ ആക്ടിവിറ്റിനെ എന്ത് ചെയ്യും, ഈ Ag+, അതുപോലെ Hg+, Pb2+ ഒക്കെ എന്ത് ചെയ്യും, അതിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതായത് അതിന്റെ റിയാക്ഷൻ ഡിക്രീസ് ചെയ്യും, ചില സമയത്ത് അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യും. The activity of the enzyme succinic acid dehydrogenase is completely inhibited due to the presence of malonic acid. Malonic acid in the presence succinic acid dehydrogenase in the activity completely stop ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. Now the enzyme activators and inhibitors, activators and inhibitors ഉണ്ട്. ഇതിനെ collectively നമ്മൾ പറയും enzyme regulators or enzyme modifiers. അപ്പോൾ the enzyme activators and inhibitors are collectively called enzyme regulators or enzyme modifiers. Okay.